ചെറുപ്രായത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഫാത്തിമ ഉമ്മയിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ മഹാൻ പഠനത്തോടുള്ള അതിയായ താൽപര്യം കാരണം 10 മണിവരെ പാടത്ത് പണിയെടുത്തും ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമായി ദറസിലേക്ക് പോവുകയും പിന്നീട് വിവിധ ഫന്നുകളിൽ പ്രാവീണ്യം നേടി 4 ത്വരീഖത്തുകളുടെ ഷെയ്ഖുമാണ് ഷെയ്ഖുന കണ്യാല മൗല റളിയല്ലാഹു അൻഹു. ഹിജറ 1356 റജബ് 27 തിങ്കളാഴ്ച ളുഹാ സമയത്ത് സമ്പന്ന കുടുംബത്തിലായിരുന്നു ആ തിരുപ്പിറവി. ബീരാൻ ഔലിയ റളിയല്ലാഹു അൻഹു ആ കൊച്ചുമോനെ മടിയിലിരുത്തി അതിരറ്റ് താലോലിച്ച് മാതാപിതാക്കളോടായി പറഞ്ഞു, കുഞ്ഞിനോട് ദേഷ്യപ്പെടരുത്. ചെറുപ്പത്തിൽ പിതാവ് വഫാത്തായ ശേഷം തന്നെ മൗല റളിയല്ലാഹു അൻഹു അജ്മീരിൽ പോവാൻ ആരംഭിച്ചിരുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് കറുത്ത വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത്. പഠനകാലത്തും ഈ വസ്ത്രം തന്നെയാണ് മൗല റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്നത്. പഠനകാലത്ത് തന്നെ ഉറക്കമൊഴിച്ച് പള്ളിക്കു ചുറ്റും നടന്ന് ദിക്റിലും ഫിഖറിലുമായി നേരം വെളുപ്പിക്കുമായിരുന്നു മൗലാത്തങ്ങൾ. 16-ാമത്തെ വയസ്സിൽ ഖാദിരിയ ത്വരീഖത്തിന്റെ അമൽ സ്വീകരിച്ചു. 24-ാമത്തെ വയസ്സിൽ അജ്മീരിലേക്ക് നടന്നുപോയി സിയാറത്ത് ചെയ്തിരുന്നു. ബോംബെയിൽ ജോലി ചെയ്തിരിക്കെ ആദ്യ ഹജ്ജ് യാത്ര അവിടെ നിന്നായിരുന്നു. ബോംബെയിൽ തന്നെ മൗല ഒരു അറബിക് കോളേജ് സ്ഥാപിച്ചിരുന്നു. പ്രായപൂർത്തിയായ ശേഷം ഒരു നിസ്കാരം പോലും ഖളാ ആക്കാത്ത മൗല റളിയല്ലാഹു അൻഹു ശരീഅത്തിന്റെ വിഷയത്തിൽ വളരെ കൃത്യനിഷ്ഠത പുലർത്തിയിരുന്നു. ഷെയ്ഖുന ചപ്പാരപ്പട ഉസ്താദ് വേങ്ങൂരിലെ ഉമ്മയുടെ തറവാട്ടിൽ സന്ദർശനത്തിന് പോകുമ്പോഴൊക്കെ കണ്യാല മൗല റളിയല്ലാഹു അൻഹുവിനെ കാണലും പതിവായിരുന്നു. ചെറുപ്പകാലത്ത് തന്നെ ചപ്പാരപ്പട ഉസ്താദിനെ കണ്യാല മൗല റളിയല്ലാഹു അൻഹു ആശീർവദിച്ച് ദുആ ചെയ്യാറുണ്ടായിരുന്നു. പിറക്കാൻ പോകുന്ന പിൽക്കാലക്കാർക്ക് വേണ്ടി പുതിയ വെട്ടം കൊളുത്താൻ പുണ്യ മൗലാന്റെ ചെറുപ്പത്തിൽ തന്നെയുള്ള ഒരുക്കമായിരുന്നു അതെന്ന് വേണം നാം കരുതാൻ. അചഞ്ചല വിശ്വാസവും ഭൗതിക പരിത്യാഗവും നിഷ്കളങ്ക പ്രവർത്തനവും അർപ്പണബോധവും കൈമുതലാക്കി 10 ലക്ഷത്തിലേറെ മുരീദുകളുടെ ഷെയ്ഖായ നമ്മുടെ മൗല കൺമറഞ്ഞത് ഒരു വെള്ളിയാഴ്ച രാവിലായിരുന്നു. അഭിനയമോ ജാടകളോ ഇല്ലാത്ത ആ ഇതിഹാസ ജീവിതം 2004 ആഗസ്റ്റ് 26 റജബ് 10 മറുതീരമണഞ്ഞു. ആ പുണ്യത്താവഴിയിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ.